ക്രിസ്തുവിന്റെ രൂപം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഒരു ചിത്രം സൂക്ഷിച്ചിരിക്കുന്നു എങ്കിൽ അത് ക്രിസ്തുവിന്റെ സന്തോഷമുള്ള, സൗന്ദര്യമുള്ള, ചിരിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ കൂളായിരിക്കുന്ന മുഖങ്ങളുള്ള ചിത്രങ്ങളായിരിക്കും സൂക്ഷിച്ചിട്ടുണ്ടാകുക. അത് നമുക്ക് കടന്നു ചെല്ലുമ്പോൾ സന്തോഷമാണ് നൽകുന്നത്. പക്ഷേ അങ്ങനെയായിരുന്നു ക്രിസ്തുവിന്റെ ജീവിതം. പിലാത്തോസിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവിടെ വിചാരണ നേരിട്ടിട്ട് മുമ്പോട്ട് പോയ ക്രിസ്തു, നിങ്ങൾ ആ ഒരു രംഗം നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് ഓർക്കുക. ഞാനത് കുടുംബ ബന്ധങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. പിലാത്തോസിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിചാരണ നേരിട്ടിട്ട് മുന്നോട്ട് പോയ ക്രിസ്തു, ആ ക്രിസ്തു മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടലുകളാണ് അദ്ദേഹത്തിന് ഏർപ്പെടേണ്ടി വന്നത്. കർത്താവിൻ്റെ മനുഷ്യ അവതാരമായിരുന്നു ക്രിസ്തു. ആ മനുഷ്യ അവതാരം പൂണ്ട അദ്ദേഹം ജീവിതത്തിൽ എന്തെല്ലാം വേദനകളായിരുന്നു അനുഭവിക്കേണ്ടി വന്നത്. ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ മാലാഖമാർ പറഞ്ഞത് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്കാണ് സമാധാനം എന്നാണ്. അങ്ങനെ നല്ല മനസ്സുള്ളവരെ ഉണ്ടാക്കുവാനാണ് ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചത്. പിലാത്തോസിന്റെ ഭാഗത്ത് നിന്ന് അന്ന് ക്രിസ്തു കാൽവരിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം അനുഭവിച്ച വേദനകൾ ശാരീരികമായ പീഡനകളെക്കാൾ ഉപരി ഒരുപാട് ജീവിതത്തിലെ ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലുകളും അവഗണനകളും മാറ്റി നിർത്തപ്പെടലുകളും ക്രിസ്തു സഹിച്ചില്ലേ? അത് നമുക്ക് വേണ്ടിയാണ് സഹിച്ചത്. ചാട്ടവാറടി ഏൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളു പിടയുന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ടി അതിനെയെല്ലാം ക്രിസ്തുദേവൻ സഹിച്ചു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആ കുരിശ് ചുമക്കുവാനുള്ള ശക്തിയില്ലാതെ നിലത്തേക്ക് വീഴുമ്പോൾ, നിലത്തൂടെ അദ്ദേഹത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുഴുവൻ മുറിപ്പാടുകൾ ഉണ്ടാകുമ്പോൾ, അദ്ദേഹത്തെ ആ കുരിശിലേറ്റിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ആണി തറയ്ക്കുമ്പോൾ അവിടെ നിന്നിരുന്ന അമ്മമാരും അവിടെ കൂടിയ ആളുകളുമൊക്കെ നിലവിളിച്ച് കരയുമ്പോൾ ക്രിസ്തു പറഞ്ഞ ഒരു വാചകമുണ്ട്: നിങ്ങൾ എനിക്ക് വേണ്ടി കരയണ്ട, നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും കരയുക എന്ന്. ഇന്ന് നമ്മുടെ മക്കൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അന്ന് ഒരിറ്റ് കണ്ണുനീര് പോലും പൊടിക്കാതിരുന്ന ക്രിസ്തു ഇന്ന് കരയുന്നുണ്ടാകില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് നമ്മുടെ മക്കൾ നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങൾ, രാജ്യങ്ങൾ പരസ്പരം ചെയ്യുന്ന കാര്യങ്ങൾ, ഈ സമൂഹം ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ക്രിസ്തുവിന്റെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീർ ഇന്ന് പൊടിയുന്നുണ്ടാകില്ലേ? അദ്ദേഹം വേദനിക്കുന്നുണ്ടാകില്ലേ?